ബുദ്ധവിഹാരത്തിലോട്ട് ഞാൻ കയറുകയാണ് കേട്ടോ. അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആ വെയിലൊന്നും ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ ഞാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ബുദ്ധവിഹാരത്തിലേക്ക് കയറി ബുദ്ധൻ്റെ പ്രതിമകളെയൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. പുതിയതായിട്ട് പണിതതേ ഉള്ളൂ വിഹാരം. അതിൻ്റെ ഏറെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിഹാരത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വിഹാരത്തിൻ്റെ ആദ്യത്തെ പ്രതിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ പ്രതിമ വിഹാരത്തിലുള്ള പ്രതിമയിലാണ്. ഇതാണ് എൻട്രൻസിലിരിക്കുന്നത്. ഇങ്ങനെയുണ്ട്. ഓരോന്നിനും ഓരോ മുദ്രകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുദ്ര ഉണ്ടോ, ഇങ്ങനെ ഒരു മുദ്രയുണ്ട്. അതുപോലെ തന്നെ പിന്നെ കൈകൊണ്ട് വെച്ച് ഇങ്ങനെ വെച്ചുള്ള ഒരു മുദ്രയാണ് കേട്ടോ. ഒരു പ്രത്യേക മുദ്രയാണ് അദ്ദേഹത്തിൻ്റെ. ഓരോ മുദ്രയ്ക്കും ഓരോരോ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഈ പൂക്കുടയിൽ നിന്ന് കുറച്ച് പൂക്കളെടുത്തു അർപ്പിക്കുകയാണ്. അപ്പം ഇത് ആദ്യത്തെ പ്രതിമ ആയതുകൊണ്ട് ആദ്യത്തെ പൂക്കൾ ഇവിടെ പ്രതിമയിൽ അർപ്പിച്ചു. ഇനി അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ചുറ്റും പ്രതിമകളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് പോയി നോക്കാം അടുത്ത എന്താണെന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. കാല് ചെറുതായിട്ട് പൊള്ളിത്തുടങ്ങുന്നുണ്ട് കേട്ടോ. അതാ അടുത്ത നമ്മൾ ഒരു മണ്ഡപത്തിലേക്ക് പോകുന്നത്. ചെറിയൊരു വാതിലാണ്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് അടുത്ത ഒരു പ്രതിമയാണ് ഇരിക്കുന്നത്. ഇവിടെ ശാന്തമായിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിമയാണ് കണ്ടോ. കൈയുടെ മുദ്രകളൊക്കെ ഉണ്ടോ. ഒരു കൈ ചുമ്മാ ഇങ്ങനെ സാവധാനത്തിലിട്ട് മറ്റൊരു കൈ ചമ്പരം പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച്, അത് വേറൊരു അർത്ഥത്തിലാണ് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത്. വേറൊരു അർത്ഥമാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്രതിമ. ഇവിടെയും ഞാൻ 2 പൂക്കൾ അർപ്പിക്കുകയാണ്. അപ്പോൾ നല്ലൊരു അത്യാവശ്യം വലിയൊരു പ്രതിമയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു തണുപ്പുണ്ട്. ഉള്ളിലായതുകൊണ്ട് മുഴുവൻ നല്ല സിമെന്റ് കൊണ്ടും പണിതിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. സിമെന്റും കല്ലും. കാരണം ഇവിടെ മുഴുവൻ മലകളാണ്. അപ്പോൾ മലകളിൽ നിന്നുള്ള കല്ലുകൾ വെട്ടിക്കീറി എടുത്താണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എന്താണ്, ഏത് രൂപത്തിലുള്ള പ്രതിമയാണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ കൂടെയാണ് ഞാൻ നടന്നു പോകുന്നത്. കാരണം കുറച്ച് തണുപ്പുണ്ട്. ബാക്കി ഭാഗത്തൊക്കെ നല്ല വെയിലുണ്ട്. മൂന്നാമത്തെ വാതിലുമുണ്ട്. അവിടെ നമുക്ക് നോക്കാം എന്താണ് അവിടെയുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിമയാണ് കേട്ടോ. ഇതാ നിൽക്കുന്ന ബുദ്ധൻ നിൽക്കുന്ന ഒരു പ്രതിമയാണ്. അതിൽ മുദ്രകളൊക്കെ കാണിച്ചിട്ടുണ്ട് കണ്ടോ. ഈ മുദ്ര, ഇങ്ങനെ ഒരു മുദ്ര കാണിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും മുദ്ര, ഇങ്ങനെയുള്ള ഒരു മുദ്രയാണ്. അതിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പം ബുദ്ധൻ്റെ ഓരോ മുദ്രകൾക്കും വളരെയധികം അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് അതിലുള്ള ഒരു പ്രതിമ. അപ്പോൾ ഇത് മൂന്നാമത്തെ വാതിലാണ്. ഇനി നമ്മൾ അടുത്തത് പോകുന്നതിന് മുമ്പായിട്ട് അപ്പോൾ ഇവിടെയും നമ്മൾ ബുദ്ധൻ്റെ കാൽക്ക് തന്നെ ഞാൻ അർപ്പിച്ചേക്കുവാണ് കേട്ടല്ലോ. ഇത് നിൽക്കുന്ന പൊസിഷനായിട്ട് കേട്ടോ ഞാൻ അർപ്പിച്ചേക്കും. അപ്പോൾ നമ്മളിനി അടുത്ത വാതിലിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ 3 കഴിഞ്ഞു. ഇനി അടുത്തതാണ് നമ്മൾ എന്താണെന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. ചുറ്റും നല്ല മലകളാണെങ്കിൽ പോലും നമുക്ക് തണുപ്പ് ചെറുതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം വെയിൽ നേരിട്ട് ഡയറക്റ്റായിട്ട് അടിക്കുകയാണ്. ഇവിടെ അങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. ഇത് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണെന്നുള്ളത് നമുക്ക് നല്ല വ്യക്തമായിട്ട് നോക്കാം. അത് ശയനമാണ്. ശയനത്തിലിരിക്കുന്ന ബുദ്ധനെയാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബുദ്ധൻ്റെ കിരീടം കണ്ടോ, ഒച്ചുകൊണ്ടുള്ള കിരീടമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ശയനത്തിലിരിക്കുന്ന ബുദ്ധനെയാണ് നമുക്ക് 4ാമതായിട്ടുള്ള വാതിലിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ചെറിയൊരു പൂ അർപ്പിക്കുകയാണ്.
അപ്പോൾ ശയനത്തിലിരിക്കുന്ന ബുദ്ധന്റെ പ്രത്യേകതകളൊക്കെ കണ്ടോ? ഒരു വസ്ത്രമുണ്ട്, ആ വസ്ത്രവും എല്ലാം അതിൽ കൊത്തുപണിയായിട്ട് കാണിച്ചിട്ടുണ്ട്. കാൽപാദങ്ങളെല്ലാം നല്ലപോലെ ചേർത്ത് വെച്ചിരിക്കുന്ന കാൽപാദമാണ്. പിന്നെ ഒരു കൈ ഇങ്ങനെ വെച്ചു, ഈ സൈഡിൽ വെച്ചിട്ട് രണ്ടാമത്തെ കൈ ഇങ്ങനെ തലയോട് ചേർത്ത് വെച്ചിട്ടാണ് കിടക്കുന്ന ഒരു ശയനത്തിലുള്ള ഒരു പ്രതിമയാണ്. 4 പ്രതിമകളായിരുന്നു ഈ ബുദ്ധവിഹാരത്തിലുണ്ടായിരുന്നത്. ഇരിക്കുന്നത്, അതുപോലെ തന്നെ സമാധിയിലിരിക്കുന്നത് ഞാൻ 4 കാണിച്ചല്ലോ. അപ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്ന ശയനത്തിലുള്ളതാണ്. ഇതോടെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ബുദ്ധന്റെ പ്രതിമകളുള്ള ഒരു വിഹാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിന്റെ ഉള്ളിലായിട്ട് ബുദ്ധന്റെ സ്മരണയെ ഓർക്കുന്ന, ബുദ്ധരുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധന്റെ എല്ല് ഈ വിഹാരത്തിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ചാണ് ഈ ബുദ്ധവിഹാരം ഉണ്ടാക്കിയെന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ബുദ്ധവിഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ബുദ്ധന്റെ ശരീരത്തിലെ എന്തെങ്കിലും ഒരു ഭാഗം വെച്ചിട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഭസ്മമോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും ബുദ്ധവിഹാരം തുടങ്ങുക. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ബുദ്ധന്റെ അനുയായികൾ ധാരാളമുണ്ട്. അവരിവിടെ പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്, പുഷ്പങ്ങൾ അർച്ചിക്കുന്നുണ്ട്, പൂജകൾ നടത്തുന്നുണ്ട്. ഇതിനു ചുറ്റും ശയന പ്രദക്ഷിണം പോലെ വരാറുമുണ്ട്. പ്രത്യേകിച്ച് പൗർണമി മാസങ്ങളിലൊക്കെ ഇവിടെ അങ്ങനെ ആരാധനകൾ നടക്കാറുണ്ട്. ഈ സമയത്തില്ല, രാവിലെയും വൈകുന്നേരവും മാത്രമാണ് നടക്കാറുള്ളത്. അപ്പോൾ ധാരാളം അനുയായികളും ഇതിൽ സഹകരിച്ചു പോകുന്നു. ഇത്രയും കാര്യങ്ങളാണ് ബുദ്ധവിഹാരത്തെ പറ്റിയുള്ളത്. അതിൻ്റെ മുഴുവൻ വീഡിയോസും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിമകളെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളും നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ഇത്രയാണ് ബുദ്ധവിഹാരത്തെ പറ്റിയുള്ള വീഡിയോസ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ, ബൈ ബൈ.